السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 108-ാമത്തെ ആയത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസാ മിൻ ഖബ്ൽ. അതല്ല, മുമ്പ് മൂസയോട് ചോദിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ റസൂലിനോട് ചോദിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ യഹൂദികളുടെ സ്വഭാവ ദൂഷ്യം എടുത്തു കാണിച്ചുകൊണ്ട് അങ്ങനെയുള്ള സ്വഭാവം ഒരു യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അറിയിക്കുകയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ബനു ഇസ്രായേലിയർ അവരിലേക്ക് നിയോഗിതരായ അവരുടെ രക്ഷകനായി കടന്നു വന്ന മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിയോട് ചോദിച്ചതുപോലെയുള്ള അനാവശ്യമായ ചോദ്യങ്ങൾ, ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ സ്വഹാബികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കരുത് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിയുടെ ജനത അവർ ധിക്കാരത്തിന്റെയും അതുപോലെ തന്നെ പ്രവാചകന്മാരെ അവഗണിക്കുവാനുള്ള അവസരമായി കൊണ്ടാണ് പലപ്പോഴും ഓരോ ചോദ്യങ്ങൾ അവർ ചോദിച്ചിരുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, വേദക്കാരായ യഹൂദികൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഞങ്ങൾ താങ്കളിൽ വിശ്വസിക്കണമെങ്കിൽ മുമ്പ് മൂസാ നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു ഒരു വേദഗ്രന്ഥം ആകാശത്ത് നിന്ന് ഇറക്കിക്കൊടുത്തതുപോലെ ഞങ്ങൾക്ക് ഒരു ഗ്രന്ഥം ഇവിടെ ഇറക്കിത്തരണം. മാത്രമല്ല, ഞങ്ങൾ താങ്കളിൽ വിശ്വസിക്കേണ്ടതാണെന്ന് ആ ഗ്രന്ഥത്തിൽ കൽപ്പിച്ചിരിക്കണമെന്ന് യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടിരുന്നു. യഹൂദികളുടെ ഇത്തരം ധിക്കാര സ്വഭാവത്തെക്കുറിച്ചും അവരുടെ സത്യനിഷേധത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ചും സൂറത്ത് നിസായിലെ 153-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്തു, യസ്അലുക അഹ്ലുൽ കിതാബി അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ് സമാ. വേദക്കാർ നിന്നോട് ആവശ്യപ്പെടുന്നു, നീ അവർക്ക് ആകാശത്ത് നിന്ന് ഒരു ഗ്രന്ഥം ഇറക്കി കൊടുക്കണമെന്ന്. ഫഖദ് സഅലൂ മൂസാ അക്ബറ മിൻ ദാലിക്. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായത് അവർ മൂസായോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫഖാലു അരിനല്ലാഹ ജഹ്റ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരണമെന്നവർ പറയുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രൂപത്തിൽ തനിച്ച ധിക്കാരപരമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇസ്രായേൽ ജനതയിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെ അവഗണിച്ച പാരമ്പര്യമുള്ളവരാണ് സഹോദരങ്ങളെ ഈ യഹൂദികൾ. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉപകാരപ്രദമല്ലാത്ത അന്വേഷണങ്ങൾ നടത്തുന്നതും വിരോധിച്ചുകൊണ്ട് കൃത്യമായ മാർഗദർശനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികൾക്ക് നൽകുകയാണ്. സൂറത്തുൽ മാഇദയിലെ 101-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ചില കാര്യങ്ങളെ പറ്റി നിങ്ങൾ ചോദിക്കരുത്, നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്കത് മനപ്രയാസം ഉണ്ടാക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. അപ്പോ യാതൊരു ഉപകാരവുമില്ലാത്ത തീർത്തും അനാവശ്യമായ ചോദ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കുകയാണ് പരിശുദ്ധ ഖുർആനിലൂടെ ചെയ്യുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് പഠിക്കാനുതകുന്ന മാർഗനിർദ്ദേശത്തിന് ആവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടില്ല. സൂറത്തു നഹ്ലിലെ 43-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് ഉത്ബോധനം ലഭിച്ചവരോട്, അറിവ് നൽകപ്പെട്ടവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോ അറിയാത്ത വിഷയങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുക എന്നത് അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. മാത്രമല്ല സഹോദരങ്ങളെ, അത്തരം ഉപകാരപ്രദമായ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നൽകുകയും അത് അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ആ മറുപടി അവരെ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് ഉടനീളം കാണാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയിലെ 219-ാമത്തെ ആയത്ത്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. നബിയെ, നിന്നോട് അവർ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി
ചോദിക്കുന്നു എന്ന. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി കൊടുക്കുകയാണ്. ഈ രൂപത്തിൽ സൂറത്തുൽ ബഖറയിലെ 220-ാമത്തെ ആയത്തിൽ കാണാം, വയസ്അലൂനക അനിൽ യതാമ, അനാഥകളെ പറ്റിയും അവർ നിന്നോട് ചോദിക്കുന്നു എന്ന്. പിന്നീട് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടി കൊടുക്കുകയാണ്. അതുപോലെ സൂറത്തുൽ ഇസ്രായിലെ 85-ാമത്തെ ആയത്തിൽ കാണാം, വയസ്അലൂനക അനിൽ റൂഹ്, വയസ്അലൂനക അനിർ റൂഹ്, നിന്നോട് അവർ ആത്മാവിനെ പറ്റി, റൂഹിനെ പറ്റി ചോദിക്കുന്നു. ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടി കൊടുക്കുന്നത് അതിനുശേഷം അതേ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ സഹോദരങ്ങളെ, മനുഷ്യന് മാർഗദർശനത്തിനും പഠനത്തിനും ആവശ്യമായ കാര്യങ്ങൾ അത് ഒരിക്കലും ചോദിക്കുന്നതിൽ നിന്ന് സത്യവിശ്വാസികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയങ്ങൾ ചോദിച്ചറിയുവാനും ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചറിയുവാനും തന്റെ സ്വഹാബികളെ പ്രേരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് അദ്ദേഹത്തിന്റെ ജനത ചോദിച്ച രൂപത്തിലുള്ള ചോദ്യങ്ങൾ, അമ്മാതിരിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് അർത്ഥശൂന്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തങ്ങളുടെ അമലുകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കാതെ, ഒരാവശ്യവുമില്ലാതെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിലക്കിയിട്ടുള്ളത്. മാത്രമല്ല സൂറത്ത് മാഇദയിലെ 101-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവയെപ്പറ്റി ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കവ വെളിപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നാണ്. അതായത് പണ്ഡിതന്മാർ പറയുകയാണ്, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വിലക്കോ ഒരു നിരോധമോ ഇല്ലാതിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തെക്കുറിച്ച് വിശദമാക്കി തരികയും പിന്നീട് ചോദ്യകർത്താവിന് തന്നെ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ ആ കാര്യത്തെ എത്തിക്കുമെന്നാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാർ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, ഈ വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്ന അഅ്ളമൽ മുസ്ലിമീന ജുർമൻ മൻ സഅല അൻ ശൈഇൻ ലം യുഹറം ഫഹുരിമ മിൻ അജ്ലി മസ്അലതിഹി. എന്താണ്? ഹറാമല്ലാത്ത ഒരു കാര്യം അനാവശ്യമായ ചോദ്യം കാരണം നിഷിദ്ധമാക്കപ്പെട്ടാൽ ആ ചോദ്യകർത്താവാണ് മുസ്ലിമുകളിൽ ഏറ്റവും വലിയ പാപി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇന്ന അഅ്ളമൽ മുസ്ലിമീൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് ആ ചോദ്യകർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. മുസ്ലിമുകളിൽ ഏറ്റവും വലിയ പാപിയായിരിക്കും അദ്ദേഹം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോ അനാവശ്യമായ ചോദ്യം ചോദിച്ച മുസ്ലിമായ ആ വ്യക്തിയുടെ കാരണം കൊണ്ടാണ് ഒരു കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കുന്നത് എങ്കിൽ മുസ്ലിമുകളിൽ ഏറ്റവും വലിയ പാപി ആ ചോദ്യം ചോദിച്ച വ്യക്തിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടിയാണ് സഹോദരങ്ങളെ തന്റെ സ്വഹാബത്തിനെ താക്കീത് ചെയ്യുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ് ഇത്. അപ്പോ ഇമാം ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ നമുക്ക് ഇതേ വിഷയം നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഞാൻ ഉപേക്ഷിച്ച വിഷയങ്ങളിൽ നിങ്ങൾ എന്നെ വിട്ടേക്കുവിൻ. പൂർവ്വ സമുദായങ്ങൾ നശിച്ചത് അവരുടെ നബിമാർക്ക് അവർ എതിർ പ്രവർത്തിച്ചത് കൊണ്ടും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത് കൊണ്ടുമാണ്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും വിരോധിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുന്ന പ്രകാരം അത് നിങ്ങൾ പ്രാവർത്തികമാക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസിലൂടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഞാൻ ഉപേക്ഷിച്ച വിഷയങ്ങളിൽ നിങ്ങൾ എന്നെ വിട്ടേക്കുവിൻ എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യമുണ്ട് എങ്കിൽ അതിന്റെ പുറകെ പോയിക്കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിഷയങ്ങൾ സങ്കീർണമാക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത്. കാരണം കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് പൂർവ്വ സമുദായങ്ങൾ നശിച്ചു പോയത്. അവരുടെ ചോദ്യങ്ങൾ കാരണം ഓരോ വിഷയങ്ങളിലും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് വാസ്തവത്തിൽ അവരുടെ ചോദ്യങ്ങൾ, ആ പ്രയാസങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കാളക്കുട്ടിയെ അറക്കുവാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനമെന്നതും ഇസ്രായേൽ ജനത അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ചോദ്യങ്ങൾ ചോദിച്ചതും അവസാനം ബനു ഇസ്രായേലർക്ക് അതൊരു വലിയ പ്രയാസമായി ഭവിച്ചതും ഇതിനു മുമ്പ് നമ്മൾ മറ്റൊരു ആയത്തിൽ വിശദമായി ചർച്ച ചെയ്ത സംഭവമാണ്. ഏതായാലും ഇവിടെ പഠിപ്പിക്കുന്ന വിഷയം
അത് സത്യവിശ്വാസികൾ പുലർത്തേണ്ട മര്യാദയുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ് എന്ന് പണ്ഡിതന്മാര് പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസികളായ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ മിതത്വം പാലിക്കേണ്ടതുണ്ട്, മര്യാദ പാലിക്കേണ്ടതുണ്ട്. യഹൂദികൾ ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചോദ്യങ്ങളിൽ അതിര് കടക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നത്. അതൊരു പക്ഷേ ആ രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എങ്കിൽ ഒരു പക്ഷേ കുഫറിൽ വരെ അത്തരം ആളുകളെ ചെന്നെത്തിക്കും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് ഈ ആയത്തിന്റെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുന്നത്. വമൻ യതബദ്ദലുൽ കുഫ്ര ബിൽ ഈമാൻ, ആർ സത്യനിഷേധത്തെ സത്യവിശ്വാസത്തിന് പകരം സ്വീകരിച്ചുവോ ഫഖദ് വല്ല സവാഅസ് സബീൽ, അവൻ തീർച്ചയായും ശരിയായ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയിരിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിന്റെ ഒടുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കാര്യം കൂടി നമുക്ക് ഇവിടെ പഠന വിധേയമാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.